റഷ്യ ഉക്രൈൻ യുദ്ധം അതിന്റെ ഏറ്റവും നിർണായകവും അപകടകരവുമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിർത്തിയിലെ പോരാട്ടങ്ങൾക്കപ്പുറം റഷ്യയുടെ നെഞ്ചത്തേക്ക് കൃത്യമായി പറഞ്ഞാൽ സാക്ഷാൽ വ്ളാഡിമിർ പുതിന്റെ അതിരഹസ്യമായ ഭൂഗർഭ കൊട്ടാരത്തിലേക്ക് ഉക്രൈൻ സേന കടന്നു കയറുകയാണ് എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പുതിന്റെ വ്യക്തിപരമായ ഈ കോട്ടയ്ക്ക് കാവലൊരുക്കിയിരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 ഉക്രൈൻ സേന തകർത്തെറിഞ്ഞിരിക്കുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഉക്രൈൻ ഈ ഓപ്പറേഷൻ നടപ്പിലാക്കുന്നത്. ഗെലൻസിക് മേഖലയിലുള്ള പുതിന്റെ കൊട്ടാരത്തിന് സുരക്ഷയൊരുക്കിയിരുന്ന വോൾന കുപോൾ ഗ്യാരന്റ് എന്ന അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റമാണ് ഉക്രൈൻ ആദ്യം ലക്ഷ്യമിട്ടത്. ഡ്രോണുകളെയും സ്റ്റാർലിംഗ് സിഗ്നലുകളെയും തടയാൻ ശേഷിയുള്ള ഈ സംവിധാനം ഓഗസ്റ്റ് 7-ന് ഉക്രൈൻ തകർത്തു. ഈ ഇലക്ട്രോണിക് കവചം തകർന്നതോടെ 2 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 9-ന് അവിടുത്തെ നിർണായകമായ S-400 മിസൈൽ പ്രതിരോധ സംവിധാനവും ഉക്രൈൻ ഡ്രോണുകൾ ആക്രമിച്ച് നശിപ്പിച്ചു. കൊട്ടാരത്തിൽ നിന്ന് വെറും 12 മൈൽ മാത്രം അകലെയുള്ള ഈ S-400 ലോഞ്ചർ 3 മണിക്കൂറോളമാണ് കത്തിയെരിഞ്ഞതെന്ന് ഉക്രൈൻ കമാൻഡർ മേജർ റോബർട്ട് ബ്രോവ്ഡി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. S-400 കൂടി തകർന്നതോടെ പുതിന്റെ 10,000 കോടി രൂപയുടെ ഈ ആഡംബര കൊട്ടാരത്തിന് ഇപ്പോൾ യാതൊരു വ്യോമ സുരക്ഷയും ഇല്ലെന്നാണ് സൈനിക അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. എന്താണ് ഈ കൊട്ടാരത്തിന്റെ പ്രത്യേകത എന്ന് അറിയുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കുക. 17,700 ചതുരശ്ര മീറ്ററിൽ ഒരു ബലഞ്ചെരുവിനുള്ളിലായി നിർമ്മിച്ചിരിക്കുന്ന ഈ കൊട്ടാരത്തിന് 16 നിലകളുള്ള ഭൂഗർഭ ബങ്കറുകളുണ്ട്. ഒരാണവായുധ ആക്രമണത്തെ പോലും അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. റഷ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി പണം കൊണ്ടാണ് ഇത് നിർമ്മിച്ചതെന്ന് മുൻപ് അലക്സി നവൽനി വെളിപ്പെടുത്തിയിരുന്നു. പുതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവും അടുത്തിടെ ജയിലിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രമുഖ റഷ്യൻ പ്രതിപക്ഷ നേതാവുമാണ് അലക്സി നവൽനി. പുതിൻ ഇവിടെ സ്ഥിരമായി എത്താറില്ലെങ്കിലും റഷ്യൻ അധികാരത്തിന്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളിൽ ഒന്ന് തന്നെയാണത്. ഈ കൊട്ടാരം മാത്രമല്ല, റഷ്യയുടെ സാമ്പത്തിക സൈനിക സ്രോതസ്സുകളെല്ലാം ഉക്രൈന്റെ റഡാറിലാണ്. കഴിഞ്ഞ ജൂലൈയിൽ 12 മണിക്കൂർ കൊണ്ട് 2500 കിലോമീറ്റർ സഞ്ചരിച്ച ഉക്രൈന്റെ ഒരു ഡ്രോൺ സൈബീരിയയിലെ റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയായ ഗാസ്പ്രോം നെഫ്റ്റ് തകർത്തിരുന്നു. ഇതിന് പുറമെ 800 കിലോമീറ്റർ ഉള്ളിലുള്ള റഷ്യൻ വ്യോമത്താവളത്തിലെ Tu-95 സ്ട്രാറ്റജിക് ബോംബറും ഉക്രൈൻ നശിപ്പിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ആയുധ പിന്തുണയോടെ റഷ്യയുടെ ഉള്ളറകളിലേക്ക് ഉക്രൈൻ നടത്തുന്ന ഈ മിന്നലാക്രമണങ്ങൾ മോസ്കോയെ ശരിക്കും അമ്പരപ്പിക്കുകയാണ്. സാക്ഷാൽ വ്ളാഡിമിർ പുതിന്റെ കോട്ടയ്ക്ക് നേരെ തന്നെ ഉക്രൈൻ തിരിയുമ്പോൾ വരും ദിവസങ്ങളിൽ റഷ്യയുടെ ഭാഗത്തു നിന്നും സമാനതകളില്ലാത്ത ഒരു വലിയ തിരിച്ചടി തന്നെ ലോകം പ്രതീക്ഷിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്.